രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്. സാധാരണ ഇറങ്ങി വരാറില്ലായിരുന്നു. രണ്ടാമത്തെ ആളെ വീട്ടിലിരുത്തുമായിരുന്നു. പക്ഷേ ഇന്ന് കറക്റ്റ് സമയപ്പോൾ കരണ്ട് പോയി. കരണ്ടുണ്ടെങ്കിൽ ടി വിയും കണ്ട് അടങ്ങിയിരുന്നോളും. ആ കൂട്ടത്തിൽ ഇറങ്ങി കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട് ഓടുക. അതായി പറയും നിൽക്കാതെ ഓടുന്നത്. നടക്കാം അവിടം വരെ ഇവൻ്റെ കൂടെ. അപ്പത്തോടെ മെയിൻ റോഡാ. വണ്ടി വരുന്ന സമയമാണ്. തിരക്കുള്ള സമയം. സ്കൂൾ ബസ്സിൻ്റെ ഒക്കെ സമയമല്ലേ. അപ്പം ഓടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരിച്ചു പൊക്കോന്ന് പറഞ്ഞു. തിരിച്ചു പൊക്കോന്ന് പറയുന്നത് കേട്ടപ്പോൾ അവിടെ നിൽക്കുക. ചേച്ചിയുടെ കയ്യെ പിടിച്ച്. ഈ റോഡ് അങ്ങ് അറ്റം എത്തുമ്പോഴത്തേക്കിനും മെയിൻ റോഡ് എത്തും. സ്കൂൾ ബസ് വന്നായിരുന്നു. ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൊച്ചിനെ കയറ്റി വിട്ടു. ബസ് കയറി ഇപ്പോൾ ലേറ്റായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറ്റി വിട്ടു. ബസ് പോയേ. ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങളങ്ങ് നടന്നു പോവുക. ആള് കരയാൻ തുടങ്ങി. ഇളയാള് അതിൻ്റെ കയ്യിലുണ്ട്. അപ്പം ആളെയും കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി കിടന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുക. റോഡല്ലേ, രണ്ടുപേർക്കും കൂടെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അവനെ ഞാൻ ചെരുപ്പിടിക്കാതെ ഓടുന്നത് കുഞ്ഞിനെ. അപ്പം കാല് വേദന എടുക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ നടത്താതിരിക്കുമായിരുന്നു. പക്ഷെ സമ്മതിക്കുകയില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ അവനെയും കൂടെ ഇറക്കി കൈ പിടിച്ച് ഓടുക. കയ്യിൽ ചെന്ന് ടോയ് എനിക്ക് തന്നേച്ച്. ടീച്ചയിനം കണ്ട ഇങ്ങനെ കയ്യെ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ. അതിനായി ഇറക്കി വിടാൻ പറയും. കയ്യേ നടക്കുന്നു. നടന്നു പോയ ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നടന്നങ്ങ് പോവാണേ. ഇനി ഒപ്പം ഓടിയെത്തിയില്ലെങ്കിൽ അവിടെയൊക്കെ പുല്ലൊക്കെ ആയതുകൊണ്ടേ വല്ലതും ഉണ്ടെങ്കിൽ അറിയത്തില്ലേ. പിള്ളേരല്ലേ, അതുകൊണ്ട് ഒപ്പം ഓടിയെത്തുക. കുഞ്ഞിൻ്റെ കാല് വേദന എടുക്കും. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവള് സമ്മതിക്കുന്നില്ല. അവനും തിരിഞ്ഞു നോക്കും. അവനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനും കയ്യെ പിടിച്ച് പോകുന്നുണ്ട്. നടക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പം മഴയൊക്കെ പെയ്തേ വെള്ളം കിടക്കുന്നുണ്ട്. ചെളിയ. ഞാനതുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്പീഡിൽ പോകും.